ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായവും 15-ാം അധ്യായവും. പെസഹായ്ക്കും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിനും 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. യേശുവിനെ ചതിവിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ആലോചിച്ചു കൊണ്ടിരുന്നു. അവർ പറഞ്ഞു, തിരുനാളിൽ വേണ്ട, ജനങ്ങൾ ബഹളമുണ്ടാക്കും. അവൻ ബഥാനിയായിൽ കുഷ്ഠരോഗിയായ ശിമയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കവേ ഒരു വെൺകൽഭരണി നിറയെ വിലയേറിയ ശുദ്ധ നാർദിൻ സുഗന്ധ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു. അവൾ ഭരണി തുറന്ന് അത് അവൻ്റെ ശിരസിൽ ഒഴിച്ചു. അവിടെയുണ്ടായിരുന്ന ചിലർ അമർഷത്തോടെ പരസ്പരം പറഞ്ഞു, ഈ തൈലം പാഴാക്കി കളഞ്ഞത് എന്തിന്? ഇത് 300-ലധികം ധനാരയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. അവർ അവളെ കുറ്റപ്പെടുത്തി. യേശു പറഞ്ഞു, ഇവളെ സ്വൈരമായി വിടുക. എന്തിന് ഇവളെ വിഷമിപ്പിക്കുന്നു? ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവർക്ക് നന്മ ചെയ്യാൻ സാധിക്കും. ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുകയില്ല. ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. എൻ്റെ സംസ്കാരത്തിന് വേണ്ടി ഇവൾ എൻ്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. 12 പേരിൽ ഒരുവനായ യൂദാസ്കറിയാത്ത യേശുവിനെ ഒറ്റുകൊടുക്കാൻ വേണ്ടി പ്രധാന പുരോഹിതന്മാരോട് അടുത്തു ചെന്നു. അവർ ഇതറിഞ്ഞ് സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അവനെ എങ്ങനെ ഒറ്റുകൊടുക്കാമെന്ന് വിചാരിച്ച് അവൻ അവസരം പാർത്തിരുന്നു. പെസഹ ബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരോടൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി അവൻ കാണിച്ചു തരും. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി. അവൻ പറഞ്ഞിരുന്നത് പോലെ കണ്ടു. അവർ പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 പേരും ഒരുമിച്ച് വന്നു. അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിലൊരുവൻ എന്നെ ഒറ്റുകൊടുക്കും. അവർ ദുഃഖിതരായി. അതു ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, 12 പേരിൽ എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ തന്നെ. മനുഷ്യപുത്രൻ തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ഒറ്റുകൊടുക്കുന്നവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് സ്വീകരിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോട് അരുളി ചെയ്തു, ഇത് അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിനു ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ചയുണ്ടാകും. ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു.
ഞാൻ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകും. പത്രോസ് പറഞ്ഞു, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല. യേശു അവനോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 പ്രാവശ്യം കൂവുന്നതിനു മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ചു പറയും. അവൻ തർപ്പിച്ചു പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. അവർ ഗത്സമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂടെ കൊണ്ടുപോയി. പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുവിൻ. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്തു വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എന്നാൽ എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം മാത്രം. അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശിമയോനെ, നീ ഉറങ്ങുന്നുവോ? 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിനക്ക് കഴിയുന്നില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. അവനോട് എന്തു മറുപടി പറയണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവൻ 3ാമതും വന്ന് അവരോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ? മതി, സമയമായിരിക്കുന്നു. ഇതാ, മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. ഇതാ, എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി. അവനോടുകൂടെ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരുടെയും ജനപ്രമാണികളുടെയും അടുത്ത് നിന്ന് വാളും വടിയുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു. ഒറ്റുകാരൻ അവർക്ക് ഒരടയാളം നൽകിയിരുന്നു. ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ. അവനെ പിടിച്ച് സുരക്ഷിതമായി കൊണ്ടുപോയിക്കൊള്ളുക. അവൻ യേശുവിനെ സമീപിച്ച് ഗുരു എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഗാഢമായി ചുംബിച്ചു. അപ്പോൾ അവർ അവനെ പിടിച്ച് ബന്ധിച്ചു. സമീപത്ത് നിന്നിരുന്ന ഒരുവൻ വാൾ ഊരി പ്രധാന പുരോഹിതൻ്റെ സേവികനെ വെട്ടി അവൻ്റെ ചെവി ഛേദിച്ചു കളഞ്ഞു. യേശു അവരോട് പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്നതുപോലെ വാളും വടിയുമായി എന്നെ ബന്ധിക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. എന്നാൽ ഒരു യുവാവ് അവനെ അനുഗമിച്ചു. അവൻ ഒരു പുതപ്പ് മാത്രമേ തൻ്റെ ശരീരത്തിൽ ചുറ്റിയിരുന്നുള്ളൂ. അവർ അവനെ പിടിച്ചു. അവൻ പുതപ്പും ഉപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി. അവർ യേശുവിനെ പ്രധാന പുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുപോയി. എല്ലാ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും നിയമജ്ഞരും ഒരുമിച്ച് കൂടി. പത്രോസ് പ്രധാന പുരോഹിതൻ്റെ മുറ്റം വരെ അവനെ അല്പം അകലെയായി അനുഗമിച്ചു. പിന്നീട് അവൻ പരിചാരകരോടൊപ്പം തീ കാത്തുകൊണ്ടിരുന്നു. പുരോഹിത പ്രമുഖന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ വധിക്കുന്നതിന് അവനെതിരെ സാക്ഷ്യം അന്വേഷിച്ചു. പക്ഷേ അവർ കണ്ടെത്തിയില്ല. പലരും അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിലും അവ തമ്മിൽ പൊരുത്തപ്പെട്ടില്ല. ചിലർ എഴുന്നേറ്റ് അവനെതിരെ ഇപ്രകാരം കള്ളസാക്ഷ്യം പറഞ്ഞു, കൈകൊണ്ട് പണിത ഈ ദേവാലയം ഞാൻ നശിപ്പിക്കുകയും കൈകൊണ്ട് പണിയാത്ത മറ്റൊരു 3 ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യും എന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിലും അവരുടെ സാക്ഷ്യങ്ങൾ പൊരുത്തപ്പെട്ടില്ല.
പ്രധാന പുരോഹിതൻ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിച്ചു, ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിനക്ക് മറുപടിയൊന്നുമില്ലേ പറയാനില്ലേ? അവൻ നിശബ്ദനായിരുന്നു, മറുപടിയൊന്നും പറഞ്ഞില്ല. പ്രധാന പുരോഹിതൻ വീണ്ടും ചോദിച്ചു, നീയാണോ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തു? യേശു പറഞ്ഞു, ഞാൻ തന്നെ. മനുഷ്യപുത്രൻ ശക്തിയുടെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ മരണത്തിന് അർഹനാണെന്ന് അവരെല്ലാവരും വിധിച്ചു. ചിലർ അവനെ തുപ്പാനും അവൻ്റെ മുഖം മൂടിക്കെട്ടി മുഷ്ടി കൊണ്ട് ഇടിക്കാനും നീ പ്രവചിക്കുക എന്ന് അവനോട് പറയാനും തുടങ്ങി. ഭൃത്യന്മാർ അവൻ്റെ ചെകിടത്തടിച്ചു. പത്രോസ് താഴെ മുറ്റത്തിരിക്കുമ്പോൾ പ്രധാന പുരോഹിതൻ്റെ പരിചാരികമാരിൽ ഒരുവൾ വന്ന് അവൻ തീ കാത്തുകൊണ്ടിരിക്കുന്നത് കണ്ട് അവനെ നോക്കി പറഞ്ഞു, നീയും നസ്രായനായ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അവനാകട്ടെ, നീ പറയുന്നതെന്ത് ഞാൻ അറിയുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നുമില്ല എന്ന് നിഷേധിച്ചു പറഞ്ഞു. പിന്നെ അവൻ പുറത്ത് പടിവാതിക്കലേക്ക് പോയി. ആ പരിചാരിക അവന് പിന്നെയും കണ്ടപ്പോൾ അടുത്തു വന്നിരുന്നവരോട് പറഞ്ഞു, ഇവൻ അവരിലൊരുവനാണ്. അവൻ വീണ്ടും അത് നിഷേധിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അടുത്തു നിന്നവർ പത്രോസിനോട് പറഞ്ഞു, നിശ്ചയമായും നീ അവരിൽ ഒരുവനാണ്, നീയും ഗലീലക്കാരനാണല്ലോ. നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി. ഉടൻ തന്നെ കോഴി 2-ാം പ്രാവശ്യം കൂവി. കോഴി 2 പ്രാവശ്യം കൂവുന്നതിനു മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ ഉള്ളുരുകി കരഞ്ഞു. അതിരാവിലെ തന്നെ പുരോഹിത പ്രമുഖന്മാർ ജനപ്രമാണികളോടും നിയമജ്ഞരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി. അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പിലാത്തോസിനെ ഏൽപ്പിച്ചു. പിലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നു. പുരോഹിത പ്രമുഖന്മാർ അവനിൽ പല കുറ്റങ്ങളും ആരോപിച്ചു. പിലാത്തോസ് വീണ്ടും ചോദിച്ചു, നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ? നോക്കൂ, എത്ര കുറ്റങ്ങളാണ് അവർ നിന്റെ മേൽ ആരോപിക്കുന്നത്. എന്നാൽ യേശു മറുപടി ഒന്നും പറഞ്ഞില്ല. തന്മൂലം പിലാത്തോസ് വിസ്മയിച്ചു. ജനം ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ അവൻ തിരുനാളിൽ മോചിപ്പിക്കുക പതിവായിരുന്നു. വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയ ബറാബാസ് എന്നൊരുവൻ വിപ്ലവകാരികളോടൊപ്പം തടങ്കലിൽ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം പിലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് പതിവുള്ള ആനുകൂല്യത്തിന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, യഹൂദരുടെ രാജാവിനെ ഞാൻ മോചിപ്പിച്ച് തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തെന്നാൽ അസൂയ നിമിത്തമാണ് പുരോഹിത പ്രമുഖന്മാർ അവന് ഏൽപ്പിച്ചു തന്നതെന്ന് അവന് അറിയാമായിരുന്നു. എന്നാൽ ബറാബാസിനെയാണ് വിട്ടു തരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പുരോഹിത പ്രമുഖന്മാർ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു. പിലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, യഹൂദരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്തു ചെയ്യണം? അവർ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. പിലാത്തോസ് ചോദിച്ചു, അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. അപ്പോൾ പിലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടിക്കൊണ്ടടുപ്പിച്ച ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ പ്രത്തോറിയയിലേക്ക് കൊണ്ടുപോയി. അവർ സൈന്യവിഭാഗത്തെ മുഴുവൻ അണിനിരത്തി അവർ അവനെ ചെമ്മപ്പ് വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾക്കിരീടം മെടഞ്ഞ് അണിയിക്കുകയും ചെയ്തു. യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാങ്ങണ കൊണ്ട് അവൻ്റെ ശിരസിൽ അടിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു. അവനെ
പരിഹസിച്ച ശേഷം ചെമപ്പ് വസ്ത്രം അഴിച്ചു മാറ്റി അവൻ്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു. പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ കിരേനക്കാരൻ ശിമയോൻ നാട്ടിൻ പുറത്തു നിന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. യേശുവിൻ്റെ കുരിശു ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥായിലെ അവർ അവനെ കൊണ്ടുവന്നു. മീര കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു. അവൻ അത് കുടിച്ചില്ല. പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു. അതിനുശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ച് ഓരോരുത്തരും എടുക്കേണ്ട വീതത്തിന് കുറിയിട്ടു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. യഹൂദരുടെ രാജാവ് എന്ന് അവൻ്റെ പേരിൽ ഒരു കുറ്റപത്രവും എഴുതി വച്ചിരുന്നു. അവനോടുകൂടെ 2 കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു. ഒരുവനെ അവൻ്റെ വലത്തുവശത്തും അപരനെ ഇടത്തുവശത്തും. അതിലെ കടന്നുപോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക. കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. അതുപോലെ തന്നെ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും പരിഹാസപൂർവം പരസ്പരം പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഞങ്ങൾ കണ്ടു വിശ്വസിക്കുന്നതിനു വേണ്ടി ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലോയ് ഏലോയ് ലാമ സബക്താനി, അതായത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? അടുത്തു നിന്നിരുന്ന ചിലർ അത് കേട്ടു പറഞ്ഞു, ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു. ഒരുവൻ ഓടിവന്ന് നീർപ്പഞ്ഞി വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആകട്ടെ അവൻ താഴെ ഇറക്കാൻ ഏലിയ വരുമെന്നോ എന്ന് നമുക്ക് നോക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴെ വരെ 2ആയി കീറി. അവന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചതു കണ്ട് പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറേ സ്ത്രീകളും നിന്നിരുന്നു. മഗ്ദലന മറിയവും യോസേയുടെയും ചെറിയ യാക്കോബിൻ്റെയും അമ്മയായ മറിയവും സലോമിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. യേശു ഗലീലയിലായിരുന്നപ്പോൾ അവനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരാണ് ഇവർ. കൂടാതെ അവനോടുകൂടെ ജെറുസലേമിലേക്ക് വന്ന മറ്റനവധി സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. അന്ന് സാബത്തിന് തൊട്ടു മുമ്പുള്ള ഒരുക്ക ദിവസമായിരുന്നു. അതിനാൽ വൈകുന്നേരമായപ്പോൾ അരിമയത്തേക്കാരനായ ജോസഫ് ധൈര്യപൂർവം പിലാത്തോസിനെ സമീപിച്ചു. അവൻ ആലോചന സംഘത്തിലെ ബഹുമാന്യനായ ഒരംഗവും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. അവൻ പിലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പിലാത്തോസ് വിസ്മയിച്ചു. അവൻ ശതാധിപനെ വിളിച്ച് അവൻ ഇതിനകം മരിച്ചു കഴിഞ്ഞോ എന്ന് അന്വേഷിച്ചു. ശതാധിപനിൽ നിന്ന് വിവരമറിഞ്ഞ ശേഷം അവൻ മൃതദേഹം ജോസഫിന് വിട്ടുകൊടുത്തു. ജോസഫ് ഒരു തുണി വാങ്ങി അവനെ താഴെ ഇറക്കി. അതിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയൊരുക്കിയ കല്ലറയിൽ അവനെ സംസ്കരിക്കുകയും കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടി വയ്ക്കുകയും ചെയ്തു. അവനെ സംസ്കരിച്ച സ്ഥലം മഗ്ദലന മറിയവും യോസേയുടെ അമ്മയായ മറിയവും കണ്ടു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം. ഈ ഞായറാഴ്ച നാം വിശുദ്ധ വാരത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുന്നു. മുഴുവൻ ആരാധന വർഷത്തിലെയും ഏറ്റവും വിശുദ്ധവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആഴ്ചയിൽ കർത്താവിൻ്റെ പരമോന്നതത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ടതും നിർണായകവുമായ സംഭവങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ ഈ ലോകത്തിലെ ജീവിതവും ശുശ്രൂഷയും കർത്താവ് തൻ്റെ ദൗത്യത്തിൻ്റെ അവസാന ഭാഗം ആരംഭിച്ചപ്പോൾ സംഭവിച്ചതെല്ലാം ഞങ്ങൾ അടയാളപ്പെടുത്തുന്നു.
നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും അവൻ തന്നെ വാഗ്ദാനം ചെയ്യുകയും ഉറപ്പ് നൽകുകയും ചെയ്ത രക്ഷയിലേക്കും നിത്യജീവനിലേക്കും നമ്മെ എല്ലാവരെയും അടുപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള മഹത്തായ വിജയകരമായ പ്രവേശനം കഴുതപ്പുറത്ത് കയറി ഒരു മഹാനായ രാജാവിനെ പോലെ നഗരവാസികൾ സ്വാഗതം ചെയ്ത് ഓർക്കുമ്പോൾ ഈ ഞായറാഴ്ചയിലെ ഓശാന ഞായറാഴ്ച ആഘോഷത്തോടെ ഞങ്ങൾ ഈ ഗംഭീരമായ സ്മരണ ആരംഭിക്കുന്നു. ഈ സംഭവം പ്രവാചകന്മാർ മുൻകൂട്ടി പറയുകയും പ്രവചിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് സക്കറിയ പ്രവാചകൻ രാജാവെന്ന നിലയിൽ കർത്താവ് തന്നെ കഴുതപ്പുറത്ത് കയറി തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് വരുമെന്ന് പ്രവചിച്ചു. അത് കർത്താവിൻ്റെ വിജയകരമായ പ്രവേശനം തികച്ചും പൂർത്തീകരിക്കുകയും നിറവേറ്റുകയും ചെയ്തു. എന്നിരുന്നാലും ഈ മഹത്തായ നിമിഷം നമ്മുടെ കർത്താവും രക്ഷകനുമായ അതേ കർത്താവായ യേശു ക്രിസ്തുവിന് അനുഭവിക്കേണ്ടിയും കടന്നു പോകേണ്ടി വരുന്നതുമായ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെയും ക്രൂശീകരണത്തിൻ്റെയും എല്ലാ കഷ്ടപ്പാടുകളുടെയും കൂടുതൽ നിർഭാഗ്യകരവും ദുഃഖകരവുമായ നിമിഷങ്ങൾക്ക് വഴിമാറും. നമ്മുടെ എല്ലാ പാപങ്ങളും തിന്മകളും തെറ്റുകളും അവൻ്റെയും സ്വന്തം ചുമലിലും വഹിച്ചുകൊണ്ട് അവൻ തൻ്റെ കുരിശ് ഏറ്റെടുത്തു. അതിനാൽ ഈ ഞായറാഴ്ച ആരാധനാക്രമം വാഴ്ത്തപ്പെട്ട ഈന്തപ്പനകളുമായുള്ള ഘോഷയാത്രയോടെ കർത്താവിൻ്റെ ജെറുസലേമിലേക്കുള്ള പ്രവേശനത്തിൻ്റെ വിജയകരമായ സ്മരണയോടെ ആരംഭിക്കുമ്പോൾ കർത്താവിൻ്റെ പീഡാനുഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള ഈ ആഴ്ചയിലെ സംഭവങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചുള്ള കൂടുതൽ ഭയാനകമായ ഓർമ്മപ്പെടുത്തലായി അത് ഉടൻ തന്നെ മാറി. ക്രൂശിലെ മരണവും. അടിസ്ഥാനപരമായി ഒന്നാമതായി നമുക്കെല്ലാവർക്കും ഉള്ള ദൈവത്തിൻ്റെ സ്നേഹം വളരെ വലുതും ശാശ്വതവും ശക്തവുമാണെന്ന് നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു. അവൻ നമുക്കെല്ലാം തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ തന്നിരിക്കുന്നു. അവൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണമായ പ്രകടനമായി അവൻ്റെ സ്നേഹം നമുക്കെല്ലാവർക്കും വ്യാപിക്കുന്നു. അവൻ നമുക്കെല്ലാവർക്കും സൗജന്യമായി വാഗ്ദാനം ചെയ്ത അനുകമ്പയും കരുണയും ക്ഷമയും നമ്മോടുള്ള അവൻ്റെ സ്നേഹം ഇനി അദൃശ്യമല്ല. അവൻ്റെ സാന്നിധ്യം നമുക്ക് ഓരോരുത്തർക്കും ഒരു അപവാദവും കൂടാതെ യാഥാർത്ഥ്യമായി അനുഭവപ്പെടുകയും സമീപിക്കാവുന്നതും ആക്സസ് ചെയ്യാവുന്നതുമായി തീർന്നു. അവൻ നമ്മുടെ അടുക്കൽ വരാനുള്ള അവൻ്റെ ആഗ്രഹം നമുക്കെല്ലാവർക്കും കാണിച്ചു തന്നു. അവൻ യഥാർത്ഥത്തിൽ നമ്മുടെ കർത്താവും രാജാവും ആയിരിക്കെ, എന്നാൽ നാം എല്ലാവരും അവൻ്റെ പ്രിയപ്പെട്ട ആളുകളുമാണ്. നമ്മയെല്ലാം രക്ഷിക്കാൻ അവൻ നമ്മുടെ അടുക്കൽ വന്നു. മറ്റാരുമല്ല, അവൻ്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുവിലൂടെ ക്രിസ്തുവും. അവൻ്റെ കുരിശിലെ അഭിനിവേശത്തിലൂടെ നമുക്ക് വേണ്ടി അവൻ എന്തു ചെയ്യും? തീർച്ചയായും നമ്മിൽ പലരും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് കർത്താവിന് നമ്മുടെ പാപങ്ങൾ മായ്ച്ചുകൊണ്ട് ഇതെല്ലാം ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ കഴിയാതിരുന്നത്? അവനുള്ളതിനാൽ എല്ലാം ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ സർവശക്തനും മഹാനുമാണ്. തനിക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ, പരീക്ഷണങ്ങൾ, തിരസ്കരണങ്ങൾ, ബുദ്ധിമുട്ടുകൾ തൻ്റെ അഭിനിവേശത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവിക്കേണ്ടി വന്ന അപമാനങ്ങൾ, വേദനകൾ എന്നിവയിലൂടെ കടന്നു പോകേണ്ടി വന്നതിൻ്റെ കഷ്ടപ്പാടുകളും സ്വയം രക്ഷിക്കാമായിരുന്നു. കുരിശിലെ അവൻ്റെ കഷ്ടപ്പാടും അവൻ്റെ മരണവും. എന്നിട്ടും ദൈവം ഇതെല്ലാം ചെയ്തു. കാരണം നമ്മോടുള്ള അവൻ്റെ സ്നേഹം യഥാർത്ഥത്തിൽ വലുതും നിലനിൽക്കുന്നതുമാണെന്ന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും എങ്ങനെ അവനെ സമീപിക്കാമെന്നും നമ്മുടെ നിരവധി പാപങ്ങളിൽ നിന്ന് ക്ഷമിക്കപ്പെടാമെന്നും തൻ്റെ പുത്രനിലൂടെ കാണിക്കാനും അവൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിനെതിരായ നമ്മുടെ അനുസരണക്കേട്, അവനെയും അവൻ്റെ ഇഷ്ടവും നിയമവും അനുസരിക്കാനുള്ള നമ്മുടെ ബോധപൂർവമായ വിസമ്മതം, അവൻ നമ്മോട് സ്ഥാപിച്ച മാർഗനിർദ്ദേശത്തിനും നിയമങ്ങൾക്കും വിരുദ്ധമായത് ചെയ്യാനുമുള്ള നമ്മുടെ ബോധപൂർവമായ തിരഞ്ഞെടുപ്പിൽ നിന്നാണ്
പാപം ജനിക്കുന്നത് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ദൈവത്തോട് വിശ്വസ്തരായി നിലകൊള്ളാനുള്ള തിരഞ്ഞെടുപ്പ് ഉള്ളപ്പോൾ നമ്മെ ഇടരാൻ പിശാച് നമ്മുടെ പാതയിൽ സ്ഥാപിച്ചിരിക്കുന്ന അസത്യങ്ങളും പ്രലോഭനങ്ങളും പിന്തുടരാൻ നാം തിരഞ്ഞെടുത്തതിനാൽ പാപം നമ്മിലേക്ക് വന്നു നമ്മെ ദുഷിപ്പിക്കുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു. നമ്മയെല്ലാം സൃഷ്ടിച്ച് നമുക്ക് ജീവൻ നൽകിയ ദൈവം നമ്മുടെ ജീവിത പാതയും ഗതിയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാനും അവനെതിരെ പാപം ചെയ്യാനും നാം തീരുമാനിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബോധപൂർവമായ തിരഞ്ഞെടുപ്പിലൂടെയാണ്. അവനിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്നേഹവും കരുണയും ക്ഷമയും സ്വീകരിക്കാൻ നാം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അവൻ ഞങ്ങൾക്ക് സൗജന്യമായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിലൂടെ അനുസരണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഉത്തമ മാതൃക ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഓരോന്നിലും ദൈവത്തെ അനുഗമിക്കാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ജീവിതത്തിലെ നിമിഷങ്ങൾ വിശുദ്ധ പൗലോസ്ലീഹായുടെ ഫിലിപ്പയർക്കുള്ള ലേഖനത്തിൽ നിന്നുള്ള നമ്മുടെ 2ാം വായനയിൽ എടുത്തു കാണിച്ചതുപോലെ പുത്രൻ എന്ന നിലയിൽ കർത്താവ് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം വിശ്വസ്തയോടെ അനുസരിച്ചു. അവൻ തൻ്റെ ദൗത്യം വിശ്വസ്തയോടെ സ്വീകരിച്ചു. തൻ്റെ കുരിശ് ഏറ്റെടുത്ത് നമുക്ക് ലഭിക്കേണ്ട എല്ലാ ശിക്ഷകളും കഷ്ടപ്പാടുകളും വേദനകളും പകരം നാം സഹിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യേണ്ടതായിരുന്നു. എല്ലാം അവൻ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. അവൻ ആഗ്രഹിച്ചു ആ സ്നേഹവും തികഞ്ഞ അനുസരണവും നമ്മോട് കാണിക്കുക. അതിലൂടെ അവൻ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ നമ്മുടെ സ്വന്തം പാതകളിൽ പിന്തുടരാനുള്ള അത്യന്തിക മാതൃകയും പ്രചോദനവുമാകാം. ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വിശുദ്ധ വാരത്തിൽ നാം ഓർക്കുന്ന എല്ലാറ്റിൻ്റെയും ഏറ്റവും മഹത്തായ ഈ അനുസ്മരണം ആരംഭിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രവൃത്തികളോടും വാക്കുകളോടും നമ്മുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും അസ്തിത്വത്തിൻ്റെയും എല്ലാ ഭാഗങ്ങളോടും കൂടുതൽ ബോധവാന്മാരാകാം. നമ്മുടെ രക്ഷയുടെ ചരിത്രത്തിലെ നിർണായക സംഭവങ്ങളെ അടയാളപ്പെടുത്തുന്ന ആരാധനാക്രമ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആഴ്ചയെ അനുസ്മരിക്കാൻ നാം യഥാർത്ഥത്തിൽ തയ്യാറായിട്ടുണ്ടോ? തൻ്റെ കുരിശ് കാൽവരിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കർത്താവ് സ്വയം ഏറ്റെടുത്തത് നമ്മുടെ നിരവധി പാപങ്ങളും തെറ്റുകളും ശാഠ്യങ്ങളും ദുഷ്പ്രവൃത്തികളുമാണെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അല്ലാത്ത പക്ഷം ഈ വിശുദ്ധ ആഴ്ച വർഷം കുർബാനകളിലും സേവനങ്ങളിലും പോകുകയും പങ്കെടുക്കുകയും സംഭവങ്ങൾ ആവർത്തിക്കുകയും എന്നാൽ യഥാർത്ഥ ആത്മീയ വളർച്ച ഇല്ലാതെയും ബന്ധത്തിൽ വളരാതെയും കടന്നു പോകുമ്പോൾ മറ്റൊരു പതിവ് ആഴ്ചയും സംഭവവുമായി മാറും. ദൈവവുമായുള്ള അടുപ്പം. അതിനാൽ കർത്താവ് തന്നെ നമ്മോട് കാണിച്ച മഹത്തായ ശാശ്വതമായ സ്നേഹം അവൻ്റെ പുത്രനിലൂടെ അവൻ്റെ കുരിശിലെ അഭിനിവേശത്തിൽ എല്ലാ സഹനങ്ങളിലും വേദനകളിലും അപമാനങ്ങളിലും നമുക്കായി അവൻ സഹിക്കേണ്ടി വന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായി പ്രകടമാക്കിയത് നമുക്കെല്ലാവർക്കും ഓർമ്മിക്കാം. എന്നാൽ നമ്മോടുള്ള അവൻ്റെ ഉദാരവും ശാശ്വതവുമായ സ്നേഹത്തിൽ നിന്ന് അവൻ മനസ്സോടെ സ്വയം ഏറ്റെടുത്തു. ഈ ഉദാരമായ സ്നേഹത്തെ നാം ഒരിക്കലും നിസ്സാരമായി കാണരുത്. ദൈവത്തെയും അവൻ്റെ കൽപ്പനകളെയും അനുസരിക്കാതെ പാപത്തിൻ്റെ അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ ദൈവത്തോടും അവൻ്റെ അടുക്കലെയും അടുക്കാൻ നമുക്ക് ഒരു വഴിയുമില്ലെന്ന് ഓർമ്മിക്കേണ്ടതാണ്. രക്ഷ എന്നത് നമ്മുടെ സ്വന്തം തീരുമാനത്തിലൂടെയും ബോധപൂർവമായ തിരഞ്ഞെടുപ്പിലൂടെയുമാണ്. അവനെ നിരസിക്കാനും എല്ലാം നിരസിക്കാനും അവൻ തീരുമാനിച്ചത്. ഇത്രയും കാലം അവൻ നമ്മോട് കാണിച്ച സ്നേഹം, അനുകമ്പ, കരുണ എന്നിവയെല്ലാം നിരസിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ ഞായറാഴ്ച നാം അനുസ്മരിക്കുന്ന വേളയിൽ കർത്താവായ യേശുവിനെ ജെറുസലേമിലേക്ക് സ്വാഗതം ചെയ്ത അതേ ആളുകൾക്ക് ശേഷമാണ് ദുഃഖ വെള്ളിയാഴ്ചയിലും അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞത്. ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും നമ്മുടെ അനേകം പാപങ്ങൾ, ദുഷ്ടതകൾ,
നമ്മുടെ അയോഗ്യതകൾ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്ന എല്ലാ കാര്യങ്ങളും അറിയുക. അവനെതിരെ പാപം ചെയ്യുമ്പോഴെല്ലാം അവനു വേണ്ടി നാം വേദനയും വരുത്തി. അവനിൽ ഏൽപ്പിച്ച എല്ലാ മുറിവുകളും, അവൻ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും എല്ലാം നമ്മുടെ പാപങ്ങൾ മൂലമാണെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം. ഇവൻ ഇപ്പോഴും ആ പാപങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും സഹിച്ചു. കാരണം അവൻ നമ്മോടുള്ള നിരന്തരമായ സ്നേഹവും വലിയ സ്നേഹവും നിമിത്തം. എന്നാൽ അവൻ നമുക്കായി ചെയ്തതെല്ലാം നിസ്സാരമായി കാണരുത്. എന്തെന്നാൽ പാപത്തിൻ്റെ പാതയിൽ നാം നടക്കുന്നിടത്തോളം നാം കൂടുതൽ ആഴത്തിൽ ഇരുട്ടിലേക്ക് വീണുകൊണ്ടേയിരിക്കും. അവസാനം ഇത് തുടരുകയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം. എന്തെന്നാൽ നാം തന്നെ അവനെ തിരസ്കരിക്കാൻ തിരഞ്ഞെടുക്കുകയും സാത്താനോടും ആ തിന്മയുടെ എല്ലാ ശക്തികളോടും ഒപ്പം ലോകത്തിൻ്റെ അന്ധകാരത്തിലും ദുഷ്ടതയിലും നമ്മുടെ ഇടാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനാൽ ദൈവത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതകൾ പുതുക്കുന്നതിനും അവൻ്റെ ലക്ഷ്യത്തിൽ കൂടുതൽ സമ്പൂർണ്ണമായി പ്രതിജ്ഞാബദ്ധരായിരിക്കുന്നതിനും, പ്രത്യേകിച്ച് ഈ വിശുദ്ധ വാരത്തിൻ്റെ ഈ സമയത്ത് നമുക്ക് നൽകിയിരിക്കുന്ന ഈ സമയം നന്നായി പ്രയോജനപ്പെടുത്താം. നമ്മുടെ ഏറ്റവും സ്നേഹസമ്പന്നവും കരുണാനിധിയുമായ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാം. നമുക്കെല്ലാവർക്കും നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹോദരന്മാർക്ക് പരസ്പരം നല്ല മാതൃകകളും പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങളുമാകാം. കർത്താവ് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നത് തുടരട്ടെ. നമ്മുടെ വിശ്വാസത്തിലേക്കും ജീവിതത്തിലേക്കുമുള്ള യാത്രയിൽ നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ വിശുദ്ധ വാരത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെയും അവൻ്റെ കുരിശിലെ അവൻ്റെ കഷ്ടപ്പാടുകളുടെയും മരണത്തിൻ്റെയും തീവ്രമായ സ്മരണയോടെ ഈ സമയത്ത് ഈ ഏറ്റവും ഗൗരവമേറിയ യാത്ര ആരംഭിക്കുമ്പോൾ ദൈവം നമ്മോടൊപ്പം ഉണ്ടാകട്ടെ, ഇന്നും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി.